വികസന രംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അസംബ്ലി ഏരിയയുടെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന രംഗത്ത് കേരളം മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. കിഫ്ബി വഴി 6000 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം ചിലവാക്കിയത്. ഏറ്റവും വലിയ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയാണെന്നും അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ ആളുകൾക്കും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. പാവപ്പെട്ടവനെന്നോ സമ്പന്നനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മുന്നോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. എല്ലാവരും സ്കൂളിൽ പോവുകയും എല്ലാവരും പഠിക്കുകയും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർന്നു വരികയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ വളർന്ന കേരളം ലോകത്തിന് അത്ഭുതമാണ്. ആരോഗ്യരംഗത്ത് നമ്മുടെ മുന്നേറ്റങ്ങൾ നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ വികസന സൂചികകളിൽ നമ്മുടെ കേരളം മുൻനിരയിലേക്ക് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, കോളേജ് വിദ്യാഭ്യാസം കൂടി സൗജന്യമാക്കി മാറ്റുന്ന പ്രഖ്യാപനം ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 55 ലക്ഷം രൂപ ചിലവിൽ അസംബ്ലി ഏരിയയും 25 ലക്ഷം രൂപ ചിലവിൽ സ്റ്റേജും പൂർത്തിയാക്കിയത്. ചടങ്ങിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് P ഷീബ, P ശ്രീലത, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, KV ശ്രീധരൻ, M ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, M ബാബുരാജ്, V സുനില, K ഷാജി, TK ദിവാകരൻ, KV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.